നമസ്കാരം. പടയോട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. മഹാസഖ്യത്തിൻ്റെ മഹാവിജയം. നിതീഷും ലാലുവും ചേർന്ന് ബീഹാറിനെ പിടിച്ചെടുത്തിരിക്കുന്നു. BJPക്ക് കനത്ത തിരിച്ചടി. ഇത് എവിടെയൊക്കെ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കും? ഡൽഹിയിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കി തുടങ്ങി എന്ന് തന്നെയാണ് നിരീക്ഷകർ പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം ഇതിനെ രാഷ്ട്രീയ പാർട്ടികളും നിരീക്ഷകരും കൃത്യമായി വിലയിരുത്തുന്നു? ഇന്നത്തെ പടയോട്ടത്തിൽ ബീഹാറിനെക്കുറിച്ചുള്ള ഈ കൃത്യമായ വിശകലനത്തിൽ ഈ കണക്കിനെക്കുറിച്ചുള്ള വിശകലനങ്ങളും തന്നെയാണ് പരിശോധിക്കുന്നത്. എന്തായാലും അതിഥികളെല്ലാം തയ്യാറാണ്. ചർച്ചയിലേക്ക് ഇപ്പോൾ ഡോക്ടർ സമ്പത്ത്, ഒപ്പം ശ്രീ ജോർജ് കുര്യൻ, ശ്രീ KVS ഹരിദാസ്, ശ്രീ P രാജൻ, ഡോക്ടർ J പ്രഭാഷ്, രാഹുൽ ഈശ്വർ തുടങ്ങിയവർ ഇപ്പോൾ റെഡിയാണ്. മറ്റ് അതിഥികളും അല്പസമയത്തിനകം ചേരും. എന്താണ് ഈ കനത്ത റിസൾട്ട് കൊണ്ട്, കനത്ത എന്ന വാക്ക് മാത്രമാണ് ഞാനിപ്പോൾ പ്രയോഗിക്കുന്നത്, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇതിനെ എങ്ങനെ നമുക്ക് വിലയിരുത്തി തുടങ്ങാം? കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ J പ്രഭാഷ് പറഞ്ഞു തുടങ്ങാം. ഞാനിതിനെ കാണുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനത്തു നിന്നല്ല, മറിച്ച് ഈ സാധാരണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അവരെന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്തത്, അവരല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് എന്നുള്ള രീതിയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ബീഹാറികൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് ഇന്ത്യ എന്ന ആശയം എന്തായിരിക്കണം എന്നുള്ളതാണ്. ഇന്ത്യ എന്ന ആശയം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, മനസ്സിന് സ്വയംഭരണമുള്ള, ഭരണഘടന ഉറപ്പാക്കിയിരിക്കുന്ന അവകാശങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്ന, ഒരു തരത്തിലുള്ള ഒരു ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന, അതിൽ തുടങ്ങുന്ന ഒരു വികസനത്തിലേക്കുള്ളൊരു പോക്ക്. അപ്പോൾ മനസ്സിന് സ്വയംഭരണമുള്ള, മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യ. അപ്പോൾ ആ ഒരു ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടിയാണ് ഈ ബീഹാറിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ഈ മഹാസഖ്യം ആ ആശയം മുന്നോട്ട് വച്ചു എന്നാണോ, അതോ അതിനെതിരായിട്ടുള്ള ആശയത്തെ പ്രതിരോധിക്കുക എന്നുള്ള ജോലിയാണ് അവർ ചെയ്തത് എന്നാണ്? ഈ മഹാസഖ്യം പറയുകയുണ്ടായി. അവർ പറഞ്ഞത് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അവർ പറഞ്ഞു, അവർ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു, അവർ സോഷ്യൽ ഹാർമണിയെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം അവർ പറഞ്ഞു. സ്വാഭാവികമായും ഇങ്ങനെ പറയുമ്പോൾ മറ്റതിനെ എതിർക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മഹാസഖ്യത്തിൽ ജയിച്ചു വന്നവർ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യയെക്കുറിച്ചും ആ ഇന്ത്യക്ക് വേണ്ടിയുള്ള അതിൽ ഈ രണ്ട് കൂട്ടരിൽ ആരാണ് കോമ്പിറ്റൻ്റ് എന്ന് അവർക്ക് തോന്നുകയും അങ്ങനെ അവർ ഒരുപക്ഷെ ഒരു നെഗറ്റീവായിട്ടുള്ള വോട്ടാകാം, മറ്റവരെ ഒഴിവാക്കാൻ വേണ്ടി ഇവരൊക്കെ വോട്ട് ചെയ്തതാകാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭാരത സ്വപ്നമാണ്, അല്ലെങ്കിൽ ഭാരത സ്വരൂപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. ഇത് ഇനി എങ്ങനെ ഈ മഹാസഖ്യം അവർ പറഞ്ഞ വാഗ്ദാനം, ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ കുടികൊള്ളുന്നത്. റൈറ്റ്. ശ്രീ ജോർജ് കുര്യൻ, ആ അർത്ഥത്തിലാണോ BJP ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ല, BJP ജയിക്കുമ്പോൾ ഭാരത സങ്കല്പത്തെപ്പറ്റി ജനങ്ങൾക്ക് യാതൊരു ധാരണയില്ല. BJP തോക്കുമ്പോൾ മാത്രം ജനങ്ങൾ ഭാരത സങ്കല്പത്തെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ള ഒരു ചർച്ച, അത് വളരെ സ്വാഗതാർഹമാണ്. കാരണം ലോക്സഭാ ഇലക്ഷന് ബീഹാറിലെ ജനങ്ങൾ ഭാരതത്തെപ്പറ്റി ചിന്തിക്കാതെയാണ് മോഡിക്ക് വോട്ട് ചെയ്തത്. ഈ രീതിയിൽ ഇതിനെ വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ 84 മുതൽ ഭാരതീയ ജനതാ പാർട്ടി എന്നും ജയിച്ചാണല്ലോ കയറി വന്നിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി സ്വാഭാവികമായിട്ടും വോട്ടുകൾ കൂട്ടുമ്പോൾ അവിടെ ഏതാണ്ട് 50% വോട്ട് ഈ 3 കക്ഷികൾക്കും കൂടെയുണ്ട്. അതിൽ നിന്ന് BJPക്ക് അധികം പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ അവർക്ക് വോട്ട് കൂടുതൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാരണമില്ലാതെ അവർക്ക് വോട്ട് കിട്ടി, നിങ്ങളുടെ വോട്ട് പോയി എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇപ്പോൾ കാരണമുണ്ടല്ലോ. കാരണം എന്താണ് അവരുടേത്? ഒന്നാമത് ലാലു പ്രസാദ് യാദവിൻ്റെ ഒരു വളരെ പരിശുദ്ധനാണല്ലോ ലാലു പ്രസാദ് യാദവ്. ഭാരതത്തെപ്പറ്റി ചിന്തിക്കുകയും ഭാരതത്തിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുകയും സംശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം, ഒരു പൊതുപ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം ഭാരത സങ്കല്പത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എല്ലായിടത്തും വെക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു ലാലു പ്രസാദ് യാദവിനെ സംബന്ധിച്ചിടത്തോളം. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 2 സീറ്റിലേക്ക് പോയ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താനുള്ള ശ്രമമായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്നുമല്ലാതായ കോൺഗ്രസ്, അതായത് 4 സീറ്റ് മാത്രമായിട്ടുള്ള കോൺഗ്രസ്, അങ്ങനെ നിലനിൽപ്പിന് വേണ്ടി 3 കക്ഷികൾ
യോജിക്കുന്ന അവസരത്തിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ജാതി സംഘടനയുടെ അടിസ്ഥാനത്തിൽ വോട്ട് കിട്ടിയിട്ടുണ്ടാവും. ശ്രീ ജോർജ് കുര്യൻ, ഈ രീതിയിലാണ് BJP ഇപ്പോൾ കാര്യങ്ങൾ വിലയിരുത്തുന്നത് എങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഇത്രമാത്രം മണ്ടത്തരം കാണിച്ചു എന്നല്ലേ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മണ്ടത്തരമല്ലല്ലോ അത്. അതവർക്കെല്ലാം രാഷ്ട്രീയ വോട്ട് കിട്ടിയവരല്ലേ. ഈ 30% അല്ലെങ്കിൽ 25% എന്നൊക്കെ പറയുന്ന വോട്ട് അവർക്കുള്ളതാണ്. അവരെല്ലാം മണ്ടന്മാരാണെന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. കാരണം ലാലു പ്രസാദ് യാദവിന് നേരത്തെ വോട്ട് ചെയ്തവരെല്ലാം മണ്ടന്മാരാണ്, നിതീഷിന് വോട്ട് ചെയ്തവരെല്ലാം മണ്ടന്മാരെന്നാണല്ലോ ലാലു പറയുന്നത്. അങ്ങനെയല്ല, അവർക്കെല്ലാം വോട്ടുള്ളതാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിലനിൽപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭാരതീയ സങ്കല്പത്തിൻ്റെ പ്രതീകമായിട്ടും ഭാരതത്തിലെ എല്ലാവിധ ചിന്തകളുടെയും നല്ല ചിന്തകളുടെയും പ്രതീകമായിട്ട് ലാലു പ്രസാദ് യാദവിനെ ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ അംഗീകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഡോക്ടർ സമ്പത്ത്, ഇതാണ് BJP ഇപ്പോൾ വിലയിരുത്തുന്നത്. അല്ല, ഇവിടെ ഞാനാദ്യം ഇപ്പോൾ ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനവും അതുപോലെ തന്നെ ബീഹാറിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മാധ്യമ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. ഞാൻ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും സമ്മതിദായകരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചുള്ളതിൽ BJPക്ക് വോട്ട് ചെയ്താൽ അതെല്ലാം സത്യമായ വോട്ട്, യഥാർത്ഥത്തിലുള്ള വോട്ട്, അതെല്ലാം നന്മയുടെ വോട്ട്, അതെല്ലാം ഈ രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലുള്ള വോട്ട്. അവർക്കെതിരായി ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പാപികളുടെ വോട്ട്, അതെല്ലാം കള്ളമായ വോട്ട്, അതെല്ലാം അസത്യമായ വോട്ട്, അതെല്ലാം കള്ള വോട്ട്, അങ്ങനെ പറയുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത്. കാരണം BJPക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ഏറ്റവും കുറച്ച് ശതമാനം വോട്ട് നേടി ഇത്രമാത്രം കൂടുതൽ സീറ്റ് നേടിയ മറ്റ് ഏതൊരു പാർട്ടിയാണ് ഇന്ത്യയിൽ അത്തരത്തിലൊരു അസുലഭമായ ഭാഗ്യം, ഇൻവെർട്ടഡ് കോമേഴ്സിൽ ഞാൻ പറയുകയാണ്, അത്തരത്തിൽ ഏതൊരു പാർട്ടിയാണുള്ളത്? BJP അല്ലാതെ വേറൊരു പാർട്ടിയുമില്ല. അപ്പോൾ 31% വോട്ട് കിട്ടി, അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം സഖ്യകക്ഷികളോടൊപ്പം അവർക്ക് 300 എന്നുള്ളൊരു മാർക്ക് കടക്കാനായി ലോക്സഭയിൽ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് രാജ്യത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നടത്തുമെന്നുള്ള നിലയിലേക്ക് ഒരു ഫെഡറൽ രാഷ്ട്രത്തിനെ ആ വിധത്തിൽ കാണാനായി തുടങ്ങിയാൽ ബീഹാറിൽ BJP നടത്തുന്നതായിട്ടുള്ള അവരുടെ ഒരു വളരെ ചുരുക്കത്തിൽ RSSൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഹിന്ദുത്വ ഇങ്ങനെ കുറേ അജണ്ടകൾ അവരുടേതായിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ഒരു കാർട്ടൂൺ വളരെ തമാശയാണ്. വന്ദേ മാതരം എന്ന് എഴുതിയിട്ട് RSSൻ്റെ കാക്കി നിക്കർ പറപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് കൃത്യമായി RSS നടത്തുക, RSS പറയുന്നതിനനുസരിച്ചല്ലാതെ വേറൊന്നും ചെയ്യാനായി കഴിയാത്ത നിലയിലേക്ക് BJP എത്തുക. ബീഹാറിൽ വാസ്തവത്തിൽ ഈ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ടാണ് വന്നത്. അവിടെ ലല്ലു പ്രസാദിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞത്, BJPയുടെ നിരവധി നേതാക്കൾ, BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ കോഴ വാങ്ങുന്നത് അതെല്ലാം ലൈവായി തന്നെ ഇത് മാധ്യമങ്ങളിൽ കൂടിയെല്ലാം നമ്മൾ പണ്ട് കണ്ടതാണ്. അത്തരം കാര്യം ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല മറക്കാനായിട്ട്. ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ ആ വോട്ട് ഷെയർ ലല്ലു പ്രസാദിനും അതുപോലെ തന്നെ നിതീഷ് കുമാറിനും ഒക്കെ ഉള്ളത്, ആ വോട്ട് ഷെയർ അവർ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ സീറ്റ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ വോട്ടിംഗ് പാറ്റേണിൽ ഒരു മാറ്റമൊന്നും ഇടിഞ്ഞു പോലൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അവർക്കത് ഏകോപിപ്പിക്കാനായി കഴിഞ്ഞു എന്നുള്ളത്. മറ്റൊന്ന്, ഈ മോദി തരംഗം എന്ന് പറയുന്ന ഒരു കാര്യം, അതൊരു സോപ്പ് കുമിള പോലത്തെ ഒരു കാര്യമാണ്, കോർപ്പറേറ്റുകൾ സൃഷ്ടിച്ചതാണ്. അതിനു മുമ്പ് ഇന്നത്തെ വിജയത്തിൻ്റെ നേരവകാശി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അതിഥിയാണ് നമുക്കിപ്പോൾ ഈ സ്റ്റുഡിയോയിലുള്ളത്. അത് ശ്രീ ചാരുപാറ രവിയാണ്. ശ്രീ രവി, ഒരുപക്ഷെ നിങ്ങൾ പോലും സ്വപ്നം കാണാത്ത ഒരു വിജയമാണ് JDU അലയൻസിന്, മഹാസഖ്യത്തിന് ഇപ്പോൾ ബീഹാറിലുണ്ടായിരിക്കുന്നത്. എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് ബീഹാറികൾ ഇത്രമാത്രം വോട്ട് നൽകിയത് എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിച്ചോ? നിങ്ങൾക്കതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലുണ്ടോ? ഇന്ത്യയുടെ ചിത്രം ഇപ്പോൾ വളരെ വ്യക്തമാണ്. ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് മോഡി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരുന്ന സംഭവങ്ങൾ അടുക്കളയിൽ വരെ എത്തി നോക്കുന്ന രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ അതുപോലെ തന്നെ രാത്രിയിലെ സംഭവം, ഇന്ത്യയൊട്ടാകെ പടർന്നു പിടിക്കുന്ന സാംസ്കാരിക രംഗത്തുള്ളവരുടെ നേരെയുള്ള ആക്രമണം, ഇതെല്ലാം കണ്ടുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ ബീഹാറിലുണ്ടായി. ആ കൂട്ടായ്മ ഇന്ത്യയിലൊട്ടാകെ പടർന്നു പിടിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഇപ്പോൾ യെദ്യൂരപ്പ എന്ന് പറയുന്ന കർണാടക മുഖ്യമന്ത്രി, അദ്ദേഹം അഴിമതി മുക്തനാണോ? BJPക്കാർ തന്നെ ആരോപണം ഉന്നയിച്ച് പുറത്തിറക്കിയ ആളാണ്. രണ്ടാമത് ബംഗാരു ലക്ഷ്മണാരി, BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ഇവരെല്ലാം കയ്യോടെ പിടിക്കപ്പെട്ടവരാണ്. ആ ആളുകൾ അതിന് പകരമായി എടുത്തു പറയുന്ന ലാലു പ്രസാദ് യാദവിനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ നമുക്ക് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളുടെ കൂട്ടത്തിൽ എന്താണോ അങ്ങനെ വരേണ്ടത് അത് വന്നേ തീരൂ. അതുകൊണ്ട്
അത് കാണിച്ചുകൊണ്ട് ലാലു പ്രസാദ് യാദവിന് വോട്ട് ചെയ്യാൻ തയ്യാറായ ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായ ആളുകളെ നമ്മൾ അപഹസിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഒരു മതേതരത്വ പ്രസ്ഥാനം ഇന്ത്യയിൽ എടുക്കുന്നതിൻ്റെ പിന്നിൽ ഇടതുപക്ഷ പാർട്ടികളടക്കം എല്ലാവരും കടന്നു വരണം എന്നുള്ള ഒരു സൂചനയാണ്. ഈ ഘട്ടത്തിൽ അവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനം കടന്നു വരണം. ഈ സമ്പത്തിൻ്റെ പാർട്ടി ബീഹാറിൽ മത്സരിച്ചായിരുന്നു. ലാലുവിനെ തൊടാൻ പറ്റാത്തത് കൊണ്ട് അവർ സെപ്പറേറ്റ് നിന്നു. എന്തുകൊണ്ട് ആ മുന്നണി ചേർന്നുകൂടാ? ഇത്രയും വലിയ അപകടമാണ് BJP എങ്കിൽ ആ മുന്നണിയിൽ ചേർന്നിട്ട് വേണമല്ലോ. അപ്പോൾ അവിടെയാണ് കാപട്യം എന്ന് പറയുന്നത്. എന്നിട്ട് ലാലുവും മറ്റും ജയിച്ചു കഴിഞ്ഞപ്പോൾ മഹാനാണ് എന്ന് പറയുന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കാപട്യം. അവര് സമ്പത്ത് അതിനൊരു മറുപടി വേണം. ഞങ്ങളിവിടെ ആരെയും മഹാനെന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ പറയാത്ത വാചകങ്ങൾ ഞങ്ങളുടെ വാക്യത്തേക്ക് കുത്തിത്തിരിക്കാനൊക്കെ ശ്രമിച്ചാൽ അതിൽ തിരിച്ച് പ്രതികരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അവിടെ വാസ്തവത്തിൽ ഇടത് സഖ്യത്തിന് ഈ സഖ്യം ഒരു ധാരണ എന്നുള്ള നിലയിൽ അവർ ചില സീറ്റുകളെ സംബന്ധിച്ച് ചർച്ച നടത്തുമ്പോൾ തന്നെ ഇവിടെ 2 MLA-മാർ ഇപ്പോൾ ജയിച്ചിട്ടുള്ള CPI ML ഉണ്ട്. ഇടതുപക്ഷ പാർട്ടിയായി ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അവർ CPM അംഗീകരിക്കുന്നു, CPI അംഗീകരിക്കുന്നു. ആ ഇടതുപക്ഷ സഖ്യത്തിൽ ഒരു കാരണവശാലും CPI ML-നെ ചേർക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു അവരുടെ ശാഠ്യം. ഇടതുപക്ഷ പങ്കാളിയെ അങ്ങനെ ഒരു വഴിയിൽ കളഞ്ഞിട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഇടതുപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ നേരത്തെ എടുത്തൊരു തീരുമാനം. ഒരുമിച്ച് നിന്നുകൊണ്ട് ചില സാമ്പത്തികമായ മുദ്രാവാക്യങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങൾ, അവിടെ ഈ ലല്ലു നിതീഷ് സഖ്യം കോൺഗ്രസ് കൂടിയുള്ള മറുഭാഗത്ത് BJP-യുടെയും അവരുടെ 85 സീറ്റിലാണ് അവരുടെ സഖ്യകക്ഷികൾ മത്സരിച്ചത്. അപ്പോൾ അവരും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു സഖ്യം, രണ്ടും സഖ്യം തന്നെയാണ്. ഇതിന് രണ്ടിനും എതിരായിട്ടുള്ള രാഷ്ട്രീയ ക്യാമ്പയിനാണ് അവിടെ ഇടതുപക്ഷ മുന്നണി നടത്തിയത്. 2 MLA-മാരുടെ റിസൾട്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. പൊതുവിലുണ്ടായത് BJP-ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ഡൽഹിയിൽ നിന്ന് തുടങ്ങി അത് ഇപ്പോൾ വന്ന് ബീഹാറിൽ വന്ന് നിൽക്കുകയാണ്. എന്തായാലും ശ്രീ ജോർജ് കുര്യൻ, ഒരു മിനിറ്റ് ശ്രീ ജോർജ് കുര്യൻ, അവരുടെ റിസൾട്ട് പ്രശ്നമല്ല. ഞാൻ ശ്രീ ജോർജ് കുര്യൻ 243 സീറ്റിലും ഇടതുപക്ഷം മത്സരിച്ചു. അവിടെ 0 ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അതിലും സന്തോഷമാണ്. ഇവിടെ ലാലു ജയിച്ചതിലും സന്തോഷമാണ്. പക്ഷെ അന്ന് പറഞ്ഞത് ലാലു പ്രസാദ് യാദവ് ഉള്ളത് കൊണ്ടാണ് എന്നാ പറഞ്ഞു. ഇപ്പം CPI ML എന്നാണ് പറഞ്ഞത്. ലാലു പ്രസാദ് യാദവ് ജയിലിൽ നിന്നാണ് വന്നതേ. അതുകൊണ്ട് ശ്രീ ജോർജ് കുര്യൻ, എന്തായാലും ഈ ചർച്ചകളിൽ വളരെ അസഹിഷ്ണുത കാണിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളൊരു പരാതി പൊതുവെ ഉണ്ടല്ലോ. അത് ഞാൻ ഇന്ന് കുറയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം ചേരാൻ പോകുന്നില്ല. ഇദ്ദേഹം എങ്ങനെ വേണോ പറഞ്ഞോട്ടെ. ഇപ്പോ ജയിച്ചു കഴിഞ്ഞപ്പോ നിതീഷിനെ വിളിക്കുകയാണ്, ഇവരുടെ നേതാക്കൾ വിളിക്കുകയാണ്, ആ വാപ്പസായിയെ വിളിക്കുകയാണ്, നിതീഷിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. എനിക്കൊരു സന്തോഷമുണ്ട്. വന്ദേ മാതരവും ഭാരത് മാതാ കി ജയും BJP-ക്കാരാണ് ആദ്യം വിളിക്കാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ നിക്കറും വന്ദേ മാതരം തമ്മിലുള്ള ബന്ധം എന്താ മുമ്പേ പറഞ്ഞില്ല. അതിന് സമയമില്ല. ഞാൻ ഒരു മിനിറ്റ് ഡോക്ടർ ശ്രീ ജോർജ് കുര്യൻ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് വോട്ട് കിട്ടി എന്നുള്ളത് ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. വോട്ട് കിട്ടിയില്ല എന്നുള്ള ചോദ്യം ഭൂരിപക്ഷം ജനങ്ങൾ ഞങ്ങൾക്ക് എതിരായിട്ട് വോട്ട് ചെയ്തുകൊണ്ട്. ശരി, ഇത്തരം കൃത്യമായ പരമ്പരാഗതമായ ഉത്തരങ്ങളാണ് ഈ അടുത്ത കാലത്തായി ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എൻ്റെ സഹിഷ്ണുത അപ്പോഴും ഞാൻ പുലർത്തുന്നു. ശ്രീ KVS ഹരിദാസ് എന്ന് പറയുന്ന നിങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തു കൂടിയായ മാധ്യമപ്രവർത്തകൻ എങ്ങനെയാണ് ഇതേ വിലയിരുത്തലിൽ തന്നെയാണോ എന്നാണ് എനിക്കറിയേണ്ടത്. നമ്മൾ എക്സിറ്റ് പോളിൻ്റെ സമയത്ത് തന്നെ ഇക്കാര്യം വിശകലനം ചെയ്തതാണ്. ബീഹാറിലെ ഒരു ടഫ് ഫൈറ്റായിരുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. കാരണം കഴിഞ്ഞ തവണ BJP ജയിച്ചത് ലാലുവും നിതീഷും കോൺഗ്രസും എല്ലാം വെവ്വേറെ നിന്ന് മത്സരിച്ചത് കൊണ്ട് മാത്രമാണ്. ആ വസ്തുത BJP-യും അംഗീകരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ജോർജ് കുര്യൻ അതൊക്കെ സമ്മതിക്കാതെ ജോർജ് കുര്യന് നിർവാഹമില്ല അതിനകത്ത്. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ഈ ശ്രീ ജോർജ് കുര്യൻ മനസ്സിലാക്കാതെ പോകുന്നത് ചിലപ്പോൾ അങ്ങ് പറഞ്ഞാൽ അദ്ദേഹം അത് തിരിച്ചറിയുമായിരിക്കാം. അതായത് ഈ ലാലുവും നിതീഷും എന്തുകൊണ്ടാണ് ഒരുമിച്ചത്? അവർ ഇത്രയും കാലത്തെ ബദ്ധശത്രുക്കളായ ഇവർ ഒരു കോസിന് വേണ്ടിയാണ് അവർ ഒന്നിച്ചത്. അത് ജനങ്ങൾ വിശ്വസിച്ചല്ലോ. അതിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പ്രതിപക്ഷ കക്ഷികളിലും ഒരു വല്ലാത്തൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ കാരണങ്ങളുണ്ടാവാം, അതിനകത്ത് മറ്റു പലതും ഉണ്ടാവാം. രാഷ്ട്രീയ കാരണങ്ങളെന്ന് പറഞ്ഞാൽ BJP ഇത്തരത്തിൽ തനിച്ച് അധികാരത്തിൽ വരും എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ BJP പോലും അത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ടാവില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത്. അതായിരുന്നു വസ്തുത. അപ്പോൾ അതിനുശേഷം ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ഏകീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുണ്ട്. കാരണം പാർലമെൻറ്റിൽ നമ്മൾ കണ്ടതാണ്, BJP വിരുദ്ധ കക്ഷികളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി പല കാര്യങ്ങളും ചെയ്യുന്നു. അവിടെ BJP-ക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ, BJP-ക്ക് അവിടെ സ്ട്രാറ്റജിക്കായിട്ട് ചില പാളിച്ചകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്.
കാരണം പ്രതിപക്ഷ കക്ഷികൾ ഇത്തരത്തിൽ ഒന്നിച്ചു പോകുന്ന ഒരു സാഹചര്യം ബിജെപിയുടെ സ്ട്രാറ്റജി പിഴച്ചു എന്ന് ശ്രീ KVS ഹരിദാസ് ഭംഗ്യന്തരേണ പറഞ്ഞത് ശ്രീ ജോർജ് കുര്യൻ ചിരിച്ചുകൊണ്ട് കേൾക്കുന്നു. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി ബിന്ദു കൃഷ്ണയിലേക്കും ശ്രീ പി രാജനിലേക്കും ശ്രീ രാഹുൽ ഈശ്വറിലേക്കും തിരിച്ചു വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ ശ്രീ PV തോമസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ കൃത്യമായി ഡൽഹിയുടെ പൾസ് അറിയേണ്ടതുണ്ട്. എന്താണ് ബീഹാറിൽ പാറ്റ്നയിൽ ഉണ്ടാക്കിയ ഈ തരംഗം ഡൽഹിയെ വിറപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത്രയൊക്കെ പറയേണ്ടതുണ്ടോ? വിറയ്ക്കുന്നുണ്ടോ ഡൽഹി? ശ്രീ PV തോമസ്. ഡൽഹിയിൽ നിങ്ങൾ ആരോ കണ്ടാലും അവർക്കുള്ള Sound, സന്തോഷത്തിന് യാതൊരു അതിരുമില്ല. അവർ പറഞ്ഞത് വേണമായിരുന്നു. ഇതിന് തടയിട്ടില്ലെങ്കിൽ യാതൊരു രക്ഷയുമില്ല. അതുകൊണ്ടാണ് ഈ ബീഹാർ ഇലക്ഷനെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. എന്തായിരിക്കാം ഇതിൻ്റെ ഫലം? ഈ മോഡി പ്രഭാവവും തരംഗവും തുടരുമോ, അതെയോ ലാലു പ്രസാദ് യാദവിനെ നിതീഷ് കുമാറിനെ ജനങ്ങൾ അംഗീകരിക്കുമോ? ഇങ്ങനെയുള്ളൊരു ചോദ്യമാണ് ഉണ്ടായിരുന്നത്. കാരണം ഇവിടെ ഈ അന്തരീക്ഷം 2014 ലോക്സഭാ ഇലക്ഷന് ശേഷവും അതിനുശേഷം ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ മോഡി തരംഗത്തിൻ്റെ ഭാഗമായിട്ട് BJP അധികാരത്തിൽ വന്നതിന് ശേഷവും ഇവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഡൽഹിയിൽ BJP തോറ്റു. അതല്ല ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അന്തരീക്ഷത്തിൽ ശരിക്കും വർഗീയ വിഷം പരക്കുകയും ദാദ്രി പോലെയുള്ള സംഭവം ഉണ്ടാകുകയും ഫരീദാബാദ് പോലെയുള്ള ദളിത് ചുട്ടരിക്കലെല്ലാം ഉണ്ടാവുകയെല്ലാം ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാകെ, വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും ഡൽഹിയിലെ ജനങ്ങളാകെ ഒന്ന് കുലുങ്ങി. അവരൊന്ന് പേടിച്ചു. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യ എന്ന ആശയത്തിൽ എന്ത് സംഭവിച്ചു? ഇന്ത്യ എന്ന ആശയത്തിൽ അതിൽ ദളിതും മുസ്ലിമും എല്ലാവരുമുണ്ട്. പക്ഷേ ഗോഹത്യയുടെ പേരിൽ അല്ലെങ്കിൽ ഓരോ കാര്യത്തിൻ്റെ പേരിൽ ഈ ദളിതരെയും ന്യൂനപക്ഷത്തെയും അടിച്ചമർത്തുകയും അവരെ വീട്ടിൽ കയറി അടിച്ചു കൊല്ലുകയും ചെയ്യുമ്പോൾ അത് ജനങ്ങൾ തീർച്ചയായിട്ടും മതേതരവാദികളായ ഹിന്ദുക്കളും എല്ലാവരും പറയുന്നു, ഇത് പാടില്ല. ഇങ്ങനെയുള്ളൊരു രാക്ഷസ കാട്ടാള നിയമം ഈ രാജ്യത്ത് പാടില്ല എന്നുള്ള ഒരു ചിന്താഗതി വളർന്നു വരുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ബീഹാർ ഇലക്ഷൻ വരുന്നത്. ആ സമയത്താണ് മോഡി വികസനവുമായിട്ട് വീണ്ടും രംഗപ്രവേശനം ചെയ്യുന്നത്. 2014 അദ്ദേഹത്തിൻ്റെ മാൻഡേറ്റ് വികസനമായിരുന്നു. പക്ഷേ ആ മാൻഡേറ്റ് വികസനം എന്ന മാൻഡേറ്റിനാണ് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവരെല്ലാം ഇതെല്ലാം ചെയ്യുന്നത്. നിതീഷ് കുമാറും വികസനവുമായിട്ട് പറഞ്ഞു. നിതീഷ് കുമാറിൻ്റെ വികസനവും മോഡിയുടെ വികസനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡി വികസനം ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിതീഷ് കുമാർ 10 വർഷം ആ വികസനം പ്രവർത്തിച്ചു കാണിച്ചു. ആ പ്രവർത്തിച്ചു കാണിച്ച ആ പ്രായോഗികതയാണ് ബീഹാറിലെ ജനങ്ങൾ അംഗീകരിക്കുകയും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ നരേന്ദ്രമോദിയുടെ വികസനത്തെ തള്ളിക്കളയുകയും നരേന്ദ്രമോദിയുടെ കുടക്കീഴിൽ നടക്കുന്ന, മൂക്കിന് കീഴിൽ നടക്കുന്ന ഇതുപോലെയുള്ള നരഹത്യകളെയും നരനായാട്ടിനെയും മതവെറിയെയും തള്ളിക്കളയുമാണ് ചെയ്തത്. അതിനെയാണ് ഡൽഹിയിലെ ജനങ്ങൾ സന്തോഷത്തോടെ നോക്കുന്നത്. ഇത് ഒരു ബീജമാണ്. ഈ ബീജം ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ മഹാസഖ്യമായിട്ട് വളരാൻ സാധ്യതയുണ്ടെന്നും അവർക്കറിയാം. അതാണ് നടക്കാൻ പോകുന്നത്. അതായിരിക്കാം ഒരു പക്ഷേ BJPയും മോഡിയും RSSും എല്ലാം. തിരിച്ചെത്താം ശ്രീ PV തോമസ്. ശ്രീ P രാജൻ, ശ്രീ ജോർജ് കുര്യൻ നേരത്തെ ആശങ്കപ്പെട്ടതുപോലെ BJP ജയിക്കുമ്പോൾ മാത്രം എന്താണ് ഇവർക്കൊക്കെ ഈ ആശങ്ക എന്നൊരു ചോദ്യം അങ്ങേക്കും ഉണ്ടോ? ഇല്ലല്ലോ, വെറും ഗണിതശാസ്ത്രത്തിൻ്റെ ശതമാന കണക്ക് കൂട്ടിയാൽ ഇതിൽ അത്ഭുതകരമായ ഒരു കാര്യമില്ലല്ലോ. BJPയുടെ വിജയത്തിൽ മറ്റുള്ളവർ പരിഭ്രാന്തരായി തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും കൂടി ഒന്നിക്കുന്നു എന്ന സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ അപ്പുറം ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റേ എൻ്റെ സുഹൃത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞാൻ കേട്ടു. ആ പ്രഭാഷണമൊക്കെ തന്നെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, അസഹിഷ്ണുത തുടങ്ങിയ വാക്കുകൾ നടക്കുന്നു. ദളിത് വിരോധം, ദളിതൻ്റെ ഏറ്റവും വലിയ ആധുനിക കാലത്തെ വക്താവാരാണ്? അംബേദ്കറാണ്. മാത്രമല്ല ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ നിരൂപകൻ അംബേദ്കറാണ്. അംബേദ്കറെ ഈ സർക്കാർ അംഗീകരിച്ച പോലെ മറ്റൊരു സർക്കാരും അംഗീകരിച്ചിട്ടില്ല എന്നിട്ടാണ് അസഹിഷ്ണുത പറയുന്നത്. ഞാൻ വസ്തുത വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നവരെ, എനിക്ക് പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് അറിയാം. പക്ഷെ അതല്ല ആവശ്യം. നിങ്ങൾ ഫാക്ട്സ് വെച്ച് പറയുമ്പോൾ വെറും ഗണിതശാസ്ത്രത്തിൻ്റെ വിജയമാണ് അത്. മറ്റേ ഇദ്ദേഹം BJP സുഹൃത്ത് പറഞ്ഞ പോലെ അവരുടെ സ്ട്രാറ്റജി തെറ്റിയെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഒരു ഡിവിഷൻ കൂടി ഉണ്ടാക്കേണ്ടതായിരുന്നു. മുഴുവൻ തെറ്റിയിട്ടില്ല. മാഞ്ചി അവരുണ്ടാക്കി, മാഞ്ചി പിടിച്ചു. 36% വോട്ട് പണ്ടുള്ളത് 36% വോട്ട് ഇപ്പോഴും ഉണ്ട്. അത് സീറ്റാക്കുന്നത് മറ്റവർ തീർച്ചയായിട്ടും ഐക്യമുന്നണിയുടെ വിജയം തന്നെയാണത്. ആ ഐക്യമുന്നണി വിജയിച്ചു. കൂടുതൽ ആശ്വാസം നൽകുന്നത് KVS ഹരിദാസിനേക്കാൾ ശ്രീ P രാജനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പറയുമ്പോഴല്ലേ കൂടുതൽ. അതിനു മുമ്പ് ശ്രീമതി ബിന്ദു കൃഷ്ണ, ഗണിതത്തിന്റെ ഒരു കളി മാത്രമാണ്
നിങ്ങളുടെ മഹാസഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് കൂടി അതിൻ്റെ ഭാഗമാണല്ലോ നിങ്ങൾക്ക് അവിടെ സംഭവിച്ചത്. ഇന്നലെ കേരളത്തിൽ നിങ്ങൾക്ക് ഇടി കിട്ടിയെങ്കിൽ ഇന്ന് അല്പം തലോടൽ അവിടെ ഉണ്ടായല്ലോ. ആ അർത്ഥത്തിൽ ഈ വിലയിരുത്തലിന് എങ്ങനെ മറുപടി കൊടുക്കും? നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ പിടിക്കണം എന്നുള്ള ഇന്ത്യൻ ജനതയുടെ ആത്മാർത്ഥമായ ആഗ്രഹം പ്രായോഗിക തലത്തിൽ നടപ്പിൽ വരുത്തിയതാണ് ബീഹാറിലെ വോട്ടർമാരെന്ന് പറയാതെ വയ്യ. അതിനെ ഗണിതശാസ്ത്രത്തിൻ്റെയോ മറ്റു പല ശാസ്ത്രത്തിൻ്റെയോ കാര്യങ്ങൾ വെച്ച് സാധൂകരിക്കാൻ ശ്രമിക്കുന്നതോട് യോജിക്കാൻ കഴിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പല കാരണങ്ങളാൽ ആശങ്കാകുലരായിരിക്കുമ്പോൾ വർഗീയ വിദ്വേഷത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ നിത്യജീവിതത്തിലെ ഇടപെടലുകളുടെ അടക്കം ഓരോ നിമിഷവും ഓരോ ഇന്ത്യക്കാരനും ഭയപ്പെടുന്ന നിലയിലേക്ക് അപ്പോൾ ചോദിക്കും നേരത്തെയൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന്. പലപ്പോഴും പല കാലഘട്ടങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കാൻ ഭരണകൂടങ്ങൾ അടക്കം രംഗത്ത് വരും. അല്ലെങ്കിൽ ഒരു ആശ്വാസമൊക്കെ സംരക്ഷണം നൽകുവാൻ ഞങ്ങളുണ്ട് എന്ന വലിയൊരു സന്ദേശം നൽകും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്ത് സംഭവം ഉണ്ടായാലും ഭരണകൂടത്തിൻ്റെ കുറ്റകരമായ മൗനം അല്ലെങ്കിൽ മൗനം സമ്മതം ഇത്തരത്തിലേക്ക് പോകുമ്പോഴാണ് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്നത്. ആ ആശങ്കയ്ക്ക് ജനങ്ങൾ നൽകിയ ഒരു മറുപടിയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 17 വർഷക്കാലം പരസ്പരം മിണ്ടാതെ സഹകരിക്കാതിരുന്ന ശ്രീ നിതീഷ് കുമാറും ശ്രീ ലാലു പ്രസാദ് യാദവും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒറ്റ ഫോൺ കോളിലൂടെ അവർ ഒരുമിച്ചുകൊണ്ട് പഴയ പ്രതാപത്തിലേക്ക് ഒരുമിച്ച് തിരിച്ചു വരണം എന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടിലേക്ക് എത്തിയത്. എന്തായാലും നമുക്ക് ഒരു ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ, ചാണക്യയെ നിങ്ങൾ ചതിച്ചു ഇത്തവണ. ടോട്ടലി തെറ്റിയെന്ന് മാത്രമല്ല നേരെ തിരിച്ചായി. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് സത്യസന്ധമായിട്ട് നമ്മൾ വിലയിരുത്തണം. പാർട്ടിക്ക് അതീതമായി ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സോണിയാഗാന്ധിയുടെയും ലാലു പ്രസാദ് യാദവിന്റെയും നിതീഷ് കുമാറിന്റെയും വിജയം പോലെ ഇതിന് ഉത്തരവാദി സാധ്വി പ്രാച്ചിയും അല്ലെങ്കിൽ വിജയവർഗീയയും യോഗി ആദിത്യനാഥ് പോലുള്ള ആൾക്കാരാണെന്നുള്ള നിഷ്പക്ഷമായ വിലയിരുത്തൽ വേണം. അടിസ്ഥാനപരമായി ഈ രാജ്യത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ഒരു മിഡിൽ ഗ്രൗണ്ട് പിടിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒരു വലിയ ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള സത്യം എന്ന് BJP ഇൻട്രോസ്പെക്ട് ചെയ്യുന്നില്ല. അവർക്ക് കൂടുതൽ ദോഷമേ വരുന്നുള്ളൂ. സാധാരണ ഹിന്ദുക്കളോട് ചോദിച്ചാൽ മതി, അവർക്ക് ഷാറുഖ് ഖാനെതിരെയുള്ള പ്രസ്താവനയോട് യോജിക്കാൻ കഴിയില്ല. ആവശ്യമില്ലാതെ അതിനെ ന്യായീകരിക്കുകയും ഇതൊരു നെഗറ്റീവ് വോട്ടായിട്ട് പോലുള്ളവരോട് ഒരു പരാതിയുള്ളത്, ഇത് വേണ്ട സമയത്ത് നിങ്ങൾ മുഖത്ത് നോക്കി BJP നേതാക്കൾ പറഞ്ഞിരുന്നെങ്കിൽ പല തവണ ഇത് കേരള ചാനൽ മാത്രമല്ല ദേശീയ ചാനലിലടക്കം പലതവണ പറയുകയും ചെയ്തു. ഇതൊരു സത്യമാണ്. ഇതിപ്പോൾ ആവശ്യമില്ലാതെ ഒരു പാകിസ്ഥാൻ സെന്റിമെന്റ്സ് പ്ലേ അപ്പ് ചെയ്തിട്ടോ ഷാറുഖ് ഖാനെ പോലുള്ള ഒരാൾ, എനിക്ക് വിഷമം തോന്നിയത് വളരെ മുതിർന്ന, എനിക്ക് 1-2 പരിചയമുള്ള നേതാക്കൾ ചാനലിൽ നിന്ന് ഷാറുഖിന്റെ കുഞ്ഞമ്മയുടെ അമ്മാവൻ അനിയത്തിയുടെ മോൻ ISA'd ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കേൾക്കുന്ന ഒരാൾക്ക് ഇവരോട് എതിർപ്പേ തോന്നു. അതുകൊണ്ടൊരു മിഡിൽ ഗ്രൗണ്ട് പിടിക്കുകയും നരേന്ദ്രമോദി എന്നും ഫ്രണ്ട് വെക്കുന്ന വികസന അജണ്ട വെക്കുകയും കഴിയുന്നത്ര വൈകാരികപരമായ വിഷയങ്ങൾക്ക് ബാക്ക് സീറ്റ് കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ളതിനോടൊരു ആന്റി വോട്ടായിട്ട് മാറുകയാണ്. എന്തായാലും ശ്രീ ഷാറുഖ് ഖാന്റെ ആരാധകൻ കൂടിയായ ശ്രീ ജോർജ് കുര്യൻ അതിനോട് യോജിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വരാം. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ റിസൾട്ടിന്റെ ഒരു പൊതുചിത്രം പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതിലേക്ക് പോയിട്ട് ഒരു ചെറിയ ഇടവേളയിലേക്കും പോയിട്ട് തിരിച്ച് ചർച്ചയിലേക്ക് വരാം. ഇപ്പോഴും കൃത്യമായി അവസാനിപ്പിച്ചിട്ടില്ലാത്ത കണക്കുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 179 ഗ്രാൻഡ് അലയൻസിന്, മഹാസഖ്യത്തിന്, NDAക്ക് BJP സഖ്യത്തിന് 58, മറ്റുള്ളവർ 6. ഇതാണ് 243 അംഗ ബീഹാർ നിയമസഭയുടെ ഇപ്പോൾ ഉള്ള അവസ്ഥ. ഇതിൽ 1-2 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും വ്യത്യാസങ്ങൾ വന്നേക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ റിസൾട്ട് ആണ് 58 എന്നുള്ള 59 ആയിരിക്കുന്നു NDA എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 9, 8, 10 അത് 178 ആകാനുള്ള സാധ്യതയുണ്ട്. 178, 59 ഇങ്ങനെയായിരിക്കാം സ്ഥിതി. എന്തായാലും വളരെ സഹിഷ്ണുത പുലർത്തിയുള്ള ഒരു 10-20 മിനിറ്റാണ് 7 മണിക്ക് ശേഷം ഈ ചർച്ചയിൽ പോയത്. അതിഥികൾ സംസാരിച്ചപ്പോൾ അധികം ഇടപെട്ടിട്ടില്ല. ശ്രീ ജോർജ് കുര്യന് പരാതി ഉണ്ടാകില്ല. പക്ഷേ പറഞ്ഞതിനൊക്കെ നമുക്ക് പിന്നെയും ഉപചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അടുത്ത ഘട്ടം ഇത്ര ചൂട് കുറഞ്ഞതായിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്.